നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 324ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയണം എന്ന് എനിക്കറിയില്ല. സ്വാമി അശ്വതി തിരുനാളിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ബാല്യകാലത്ത് കണ്ടറിഞ്ഞ് കാണുകയും പരിചയപ്പെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു അതുല്യ വ്യക്തിത്വം. ജീവിതത്തിൻ്റെ മായാക്കാഴ്ചകൾ കണ്ട് പലരും പല വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴും അദ്ദേഹം ഏറ്റെടുത്തൊരു സമരിയ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ജീവിതത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആധ്യാത്മികതയിലും അറിവിലും വിവേകത്തിലും എഴുത്തിലും ഒരു സകല കലാവല്ലഭൻ എന്ന് എടുത്തു പറയുന്നതോടൊപ്പം ആത്മീയത്തിൻ്റെ അതിർവരമ്പുകൾ കടക്കാതെ ആത്മീയ ധ്യാനത്തെ, ആത്മീയതയെ മനസ്സിലാക്കിയ ഒരു മഹത് വ്യക്തിത്വം സ്വാമി അശ്വതി തിരുനാൾ. അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. അറിവ് കൂടുമ്പോൾ ഒന്നുമല്ല എന്ന ഒരു തോന്നലിലേക്ക് ചിലപ്പോൾ മാറിയെന്ന് വരാം. പലരും അറിവിൻ്റെ പടികൾ കയറി ഒടുവിൽ കയറാനൊരു ഇടമില്ലാതെ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും ഒക്കെ കണ്ടും അറിഞ്ഞും സ്നേഹിച്ചും ജീവിതത്തെ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ 1987 റഷ്യയിൽ പോകുന്ന അവസരത്തിൽ, അന്ന് അദ്ദേഹം സ്വാമിയായിട്ടില്ല, അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ കുറച്ച് കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അദ്ദേഹം തരികയുണ്ടായി. അത് എനിക്ക് മറക്കാൻ കഴിയില്ല. ആ കവിതകളിൽ 2 കവിതകൾ, ഹാ സുന്ദരിയായ റഷ്യ എന്നുള്ള ഒരു കവിതയും അമ്മ എന്ന കവിതയും യുക്രൈൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് സ്വസ്വീറ്റ് എന്ന മാഗസിനിൽ കോടിക്കണക്കിന് കോപ്പികളുള്ള ആ ബുക്സിൽ ഈ 2 കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരൻ സ്വാമിയാണ്. 35 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണാനായിട്ട് എൻ്റെ വീടിനടുത്ത് നിന്നും 10 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കാണാൻ ചെന്നു. അദ്ദേഹം പാർക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഏകലവ്യ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫിനോട് തിരക്കിയപ്പോൾ അദ്ദേഹം വേറൊരു സ്ഥലത്ത് പ്രസംഗത്തിനൊക്കെ ആയി പോയിരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഒരാളെ കാണാൻ പുറപ്പെട്ടാൽ പിന്നെ കണ്ടിട്ടേ അടങ്ങൂ. അങ്ങനെയാണ് എൻ്റെ രീതി. വീണ്ടും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെ ഞാൻ കാണാൻ ചെന്നപ്പോൾ എൻ്റെ ഭാഗ്യമോ എന്തോ അദ്ദേഹം അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം എങ്ങനെയാണ് എന്നെ കാണുക, എങ്ങനെയാണ് എന്നെ ഉൾക്കൊള്ളുക, എങ്ങനെയാണ് അദ്ദേഹം പെരുമാറുക എന്നൊന്നും എനിക്ക് അറിയില്ല. ഇനി അറിയില്ല എന്ന് മറ്റോ പറയുമോ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു 35 വർഷങ്ങൾക്ക് ശേഷം. അതിൻ്റെ മാറ്റങ്ങൾ ഇരുവരിലുമുണ്ട്.
ഞാൻ ചെന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉച്ചയുറക്കത്തിലായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. ആശ്രമത്തിലുള്ളൊരു സ്ത്രീരത്നം എന്ന് പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ വരും, ഇരിക്കൂ. ഒരു 10-15 മിനിറ്റിന് ശേഷം അദ്ദേഹം കടന്നു വന്നു. എന്നെ സ്വീകരിച്ചു. എന്താ രവി വിശേഷം? ഞാൻ പറഞ്ഞു, ഒത്തിരി കാലത്തിന് ശേഷം അശ്വതിനാളിനെ കാണുകയില്ലേ? എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എൻ്റെ പഴയ പേര് ശശികുമാർ എന്നുള്ള പേരിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴും മനസ്സുകൊണ്ട് വളരെയധികം ഉയർന്നു കഴിഞ്ഞ ആ മനുഷ്യൻ്റെ സമീപനം, ഹൃദ്യമായ പെരുമാറ്റം, കാലം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ന ഭാവമില്ലാതെ വളരെ എളിമയോടെ, വളരെ സ്നേഹത്തോടെ പഴയ കാലവും പുതിയ കാലവും ജീവിതവും എല്ലാം ചോദിച്ചറിഞ്ഞ് ഇന്നത്തെ ജീവിതവും പഴയകാല ഓർമ്മകളും ഒക്കെ ഞങ്ങൾ പരിചയം പുതുക്കലിനോടൊപ്പം തന്നെ അദ്ദേഹവുമായി പങ്കുവച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആത്മീയ ജ്ഞാനമുള്ള ഒരു സ്വാമി, ഇപ്പോഴും ചെറുപ്പം തുടിക്കുന്ന സുന്ദര രൂപം. ഈയിടയ്ക്ക് അദ്ദേഹം സംഗീതം നൽകിയ അദ്ദേഹം എഴുതിയൊരു 1-2 പാട്ടുകൾ കേട്ടപ്പോൾ ശരിക്കും ഇദ്ദേഹം ഗാനരചയിതാവാണോ അതോ സംഗീത സംവിധായകനാണോ, സ്വാമിയാണോ, എഴുത്തുകാരനാണോ, ഏത് കാറ്റഗറിയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താനാവും എന്ന് അറിയാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചു. അറിവിൻ്റെ കേദാരഭൂവിൽ വിലസുന്ന ഒരു മഹനീയ സാന്നിധ്യം എന്ന് വേണം പറയാൻ. യാതൊരു വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഇല്ലാതെ എൻ്റെ ബാല്യകാലത്ത് കണ്ട അതേ വ്യക്തിത്വം ഇന്നും എത്ര ഹൃദ്യമായി, എത്ര സ്നേഹത്തോടെ, എത്ര ബഹുമാനത്തോടെ അദ്ദേഹം പെരുമാറുന്നു. കാലചക്രം ഒത്തിരി കറങ്ങിത്തിരിഞ്ഞുവെങ്കിലും അദ്വിതീയമായ ജീവിതത്തിൻ്റെ പല ഏടുകളും മറച്ചു കഴിഞ്ഞൊരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ മനുഷ്യജീവിതമായി താരതമ്യം ചെയ്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ മനസ്സുകൊണ്ടും അദ്ദേഹത്തെ പ്രണമിക്കാൻ തോന്നി എന്നതാണ് സത്യം. തമ്പാനൂർ എന്നുള്ള ദേശം തന്നെ നൂറുകണക്കിന് സാഹിത്യകാരന്മാരുടെയും നൂറുകണക്കിന് എഴുത്തുകാരുടെയും വിളനിലമാണ്. അത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ് മാരി മാധവൻ നായർ. അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ താമസിച്ച ഒരുപാട് പേർ തമ്പാനൂരിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം മറ്റുള്ളവരും അറിയപ്പെടണം, നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിൽ അവർ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന, വിവക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കഴിവുകളെ നിങ്ങൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാനും കഴിയില്ല, നിങ്ങളുടെ കഴിവുകളെ ഞാൻ വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ സ്നേഹം, പെരുമാറ്റം, മനസ്സിനെ ദ്യോതിപ്പിക്കുന്ന ഒരുപാട് തോന്നലുകൾ, ഇതെല്ലാം ഒരിക്കലും നമ്മുടെ മനസ്സിനെ കലുഷമാക്കാതെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഓരോ വ്യക്തികളും മറ്റുള്ളവരെക്കാളും വലിയവരായി തീരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അന്ന് അദ്ദേഹവുമായി 1 മണിക്കൂറിലേറെ സംസാരിക്കേണ്ടായി. വിവിധ വിഷയങ്ങളെക്കുറിച്ചും കുടുംബകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴും ആ 35 വർഷത്തിന് മുമ്പ് കണ്ട അതേ വ്യക്തി തന്നെയാണ് ഇന്നും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നാലോചിച്ചപ്പോൾ ശരിക്കും
മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹവുമായി ഞാനൊരു 10-15 മിനിറ്റുള്ള ഒരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങാൻ പോകുമ്പോഴും അദ്ദേഹം വളരെ സ്നേഹത്തോട് പറഞ്ഞു, എന്നെ സ്വാമി എന്നൊന്നും വിളിക്കേണ്ട രവി എങ്ങനെ പണ്ട് കണ്ടിരുന്നോ അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴും മനസ്സ് ഒരുപാട് വളർന്നിരിക്കുന്നു. ഓരോ വ്യക്തിയും ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സ്വാമി അശ്വതി തിരുനാൾ. പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തെക്കുറിച്ചിട്ട്. അത്ര വലിയൊരു വ്യക്തിത്വമാണ്. ഏകലവ്യ ആശ്രമം എന്ന് പറഞ്ഞൊന്ന് തമ്പാനൂരിൽ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടായിട്ടും അതെല്ലാം ത്യജിച്ച് ചെങ്കോട്ടുകോണം മഠാധിപതി ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പാതാരബന്ധങ്ങളെ സ്മരിച്ച് ആത്മീയത്തിൻ്റെ മേഖലയിലേക്ക് കടന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു വലിയ വ്യക്തി. കാലം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നതോടൊപ്പം ഓരോ വ്യക്തിയും ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് ചിന്തിച്ച് വശായി കടലിൽ നീരാടും പോലെയല്ല ഒരു ജീവിതം എന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തിത്വത്തെ നമ്മൾ കണ്ട് ഒരു മിനിറ്റ് സംസാരിച്ചാൽ മതി, 1000 മിനിറ്റ് സംസാരിക്കേണ്ട. നമ്മൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ മുന്നിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ല എന്നും നമ്മൾ നിഷ്പ്രഭമായി പോകും. ശരിക്കും അദ്ദേഹവുമായി സംസാരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് എൻ്റെ മനസ്സ് എന്നോട് പലവട്ടം ചോദിച്ചു. അപ്പോൾ അത്രമാത്രം ബഹുമാനവും ആദരവും വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അറിവിൻ്റെ ഒരു ബ്രഹ്മാണ്ഡം തന്നെയാണ് അദ്ദേഹം. എളിമയും വിനയവും സ്നേഹവും വിശ്വാസവും ഒക്കെ മനുഷ്യരിൽ പകരാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അദ്ദേഹം അന്ന് എനിക്ക് ഒരു ഓട്ടോഗ്രാഫ് എഴുതി തന്നു. അത് നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 4/8/2025 അദ്ദേഹത്തെ ഞാൻ നേരിൽ കാണുന്നതും എൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഇതിലെഴുതിയ വാക്കുകളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഞാൻ എന്നും അത്ഭുതത്തോടെ മാത്രം നോക്കിക്കണ്ടിട്ടുള്ള ഒരാൾ, ഒരിക്കലല്ല തോൽക്കാൻ കഴിയാത്ത ഒരാൾ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓർക്കാൻ രസമുള്ള ഒരാൾ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ഇപ്പോഴും അതേ സംസാരം, അതേ ആത്മവിശ്വാസം തുടരുന്നു. ഇപ്പോഴും എനിക്ക് അത്ഭുതം. മേ ഗോഡ് ബ്ലസ് യു. സ്നേഹപൂർവ്വം സ്വാമി അശ്വതി തിരുനാൾ. അദ്ദേഹം എഴുതിത്തന്ന ഈ കുറിപ്പ് ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. ഒരു യുഗത്തിൽ ഒരാൾ പിറക്കുന്നു എന്നതുപോലെ ഇന്നും എന്നും സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ആ പ്രക്രിയ ലോകമുള്ളിടത്തോളം, ഈ ഭൂമിയുള്ളിടത്തോളം നടക്കുന്നു. അതുപോലെ കാലചക്രം എത്ര കറങ്ങി തിരിഞ്ഞാലും ഒരു സൂര്യ തേജസ്, അതാണ് സ്വാമി അശ്വതി തിരുനാൾ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.